യുടെ നല്ല മനസ്സ് തിരിച്ചറിഞ്ഞ് വിനീത്. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, നമ്മുടെ വിനീതിൻ്റെ അമ്മയാണെങ്കിൽ ഗംഗയുടെ അടുത്ത് പറയുന്നുണ്ട്, ആ ചതിയൻ എല്ലാം അടിച്ചു മാറ്റിക്കൊണ്ടുപോയി. ഞാൻ പൊന്നുപോലെ നിധി പോലെ സൂക്ഷിച്ച തൻ്റെ കാശും തൻ്റെ എല്ലാ സാധനവും അവൻ പോയി എന്ന് പറയുന്നു, കൊണ്ടുപോയി എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്നുണ്ട്. എനിക്കിപ്പോൾ ഒരാവശ്യത്തിന് കുറച്ച് പണത്തിൻ്റെ ആവശ്യമുണ്ടെന്നും ഗംഗയുടെ മുൻപിൽ നമ്മുടെ അമ്മ പറയുമ്പോൾ, ഗംഗയാണെങ്കിൽ തൻ്റെ അച്ഛൻ തന്ന മാല ഊരി അമ്മയുടെ കൈകളിലേക്ക് കൊടുത്തിട്ട് പറയുന്നുണ്ട്, അമ്മേ, ഞാൻ ഈ മാല, അച്ഛൻ തന്ന മാല ആർക്കും ഇതുവരെ ഒന്നിനും കൊടുത്തിട്ടില്ല. ഈ മാല ഇപ്പം ഞാൻ അമ്മയ്ക്ക് തരികയാണ്. അതായത് അമ്മയുടെ അത്യാവശ്യം നടക്കട്ടെ, ഈ മാല കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു ഉപകാരമുണ്ടാവട്ടെ. ഞാനിത് കാത്തു സൂക്ഷിച്ചിട്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ലല്ലോ. അമ്മ ഇത് അമ്മയുടെ കൈകളിൽ വെച്ച് ആവശ്യം നിറവേറ്റിയതിന് ശേഷം തനിക്ക് എടുത്ത് തന്നാൽ മതി എന്ന് പറയുമ്പോൾ, നമ്മുടെ വിനീതണെങ്കിൽ ഗംഗയെ ഇങ്ങനെ സന്തോഷത്തോടെ, സ്നേഹത്തോടെ, ബഹുമാനത്തോടെ നോക്കുമ്പോൾ, അമ്മയാണെങ്കിൽ ഗംഗയുടെ മുൻപിൽ കൈകൂപ്പി നന്ദി പറയുന്നുണ്ട്. മോളെ, ഇതധികം വൈകാതെ തന്നെ അമ്മ എടുത്തു തരുമെന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയും, കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ വിനീതാണെങ്കിൽ ഗംഗയോട് നന്ദി പറയുന്നൊരു കാഴ്ചയും കാണാനായിട്ട് കഴിയും, കാണാനായിട്ട് സാധിക്കും. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.